അത് ഇയാൾക്ക് കിട്ടേണ്ടതാണ്, കിട്ടണം, ഇയാൾ മേടിച്ചോണം. പക്ഷേ ഇയാൾ കൊണ്ടുവന്ന കൺസെപ്റ്റ് കിഡിലമാണ്. ആ ഒരു കൺസെപ്റ്റ് കേരളം മൊത്തം എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിന് സന്തോഷമാവും. ലോ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ ഫുഡും എല്ലാ കറികളും എല്ലാം വേണം, അവർക്ക് വില കുറച്ച് കിട്ടണം. ഇവർക്ക് രണ്ടുപേർക്ക് ഇതുകൊണ്ട് ഗുണമില്ല. പക്ഷേ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അതിന് മൃണാൾ ഇപ്പോൾ ബഹിരാകാശത്ത് പോയി, ഇദ്ദേഹത്തിനെതിരെ എല്ലാവരും ട്രോൾ ഇറക്കുവാണ്. ഞാനും ഇറക്കി ഒരെണ്ണം. അതും ഞാൻ ഇദ്ദേഹത്തെ അറിയത്തില്ല. അശ്വത് കോക്ക് ഒരു വീഡിയോ ഇട്ടു. അശ്വത് കോക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കോക്കുമായിട്ട് കണക്ട് ചെയ്ത് മൃണാളിനെ നല്ല രീതിയിൽ ട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അതായത് ഈ വീഡിയോ ഇനി കാണേണ്ടത് ലോ ക്ലാസ്സോ ഹൈ ക്ലാസ്സോ അല്ല, മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഈ വീഡിയോ ശരിക്കും ഇനി കാണേണ്ടത്. കാരണം അവർക്കാണ് ഈ വീഡിയോ ഏറ്റവും പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ എക്സാമ്പിൾ ഇതാണ്. എനിക്ക് വൈകുന്നേരത്തൊക്കെ പൊറോട്ട ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പൊറോട്ടയെ കൂടുതൽ എനിക്ക് കഴിക്കത്തില്ല, താങ്ങത്തില്ല, അതിനുള്ള ശേഷിയില്ല. പിന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പൊറോട്ടയെ കഴിക്കത്തുള്ളെങ്കിൽ അത് എന്ത് വേണ്ടി ബീഫ് ഞാൻ കഴിക്കുമെന്ന് അറിയാലോ, ചെറിയ ക്വാണ്ടിറ്റി കഴിക്കത്തുള്ളൂ, ബാക്കി മൊത്തം വേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെടുവാണ്. ഞാനപ്പം പിന്നെ മറ്റ് ഹോട്ടലിലൊക്കെ പോയി ചിലപ്പം മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ ഒരു പൊറോട്ട അങ്ങനെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ ഈ പറഞ്ഞ പൊറോട്ട മേക്കേഴ്സ് എന്ന് പറഞ്ഞത് പുതിയ സ്ഥാപനം തുടങ്ങിയത്. അവന്മാർ ഈ പറഞ്ഞ കണക്ക് ഒരു മുട്ട ഓംലെറ്റ് ഒക്കെ അടിക്കുന്ന കണക്ക് ഒരു സാധനം ഉണ്ടാക്കി തരും. അതായത് ഒരു പൊറോട്ടയും കുറച്ച് ബീഫൂടെ മേളിൽ ഇടും, അതിൻ്റെ മേളിൽ എന്തൊക്കെയോ ചെയ്ത് കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ട് എടുക്കും. 50 രൂപ. ഞാനത് മേടിച്ച് കഴിക്കും. എനിക്ക് 50 രൂപ ഉള്ളതായതുകൊണ്ടോ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടോ അല്ല, ഞാൻ ഹൈ ക്ലാസ്സും അല്ല മൊത്തം വേസ്റ്റ് ആക്കാൻ. പക്ഷേ എനിക്കത് മതി, എനിക്ക് രണ്ടാമതൊരു പൊറോട്ട വേണ്ട, സത്യമാണ് പറയുന്നത്. എന്നാൽ ബീഫ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു 3/4 ഭാഗം കളയുക, 1/4 ഭാഗം മതി. പക്ഷേ എനിക്ക് പൊറോട്ട ബീഫും വേണം. അപ്പോൾ ഞാൻ അവിടെ പോയി സ്ഥിരമായിട്ട് കഴിക്കുന്നത് 50 രൂപ. പക്ഷേ അതിപ്പോൾ അവർ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. ഇപ്പോൾ അവർക്ക് അത് താല്പര്യമൊന്നുമില്ല. അവർ സ്ഥാപനം വിജയിച്ച് വരുന്നതനുസരിച്ച് അത് അവർ സ്റ്റോപ്പ് ചെയ്ത് പോകും. അപ്പം നമ്മളെയൊക്കെ അവഗണിക്കും. അതായത് ആൾക്കാർക്ക് എന്ത് വേണ്ടി ക്വാണ്ടിറ്റി വേണം അല്ലെങ്കിൽ ക്വാളിറ്റി വേണം, അതിനനുസരിച്ച് അയാൾക്ക് എന്താണ് ഇഷ്ടം, അയാൾക്ക് ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ ഫ്രൈ, എന്താണ് ഇഷ്ടം അത് മാത്രം മേടിച്ചാൽ മതി. അതിൽ സൂപ്പറല്ലേ, കിട്ടിയിരുന്ന സാധനമല്ലേ ഈ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തെ ട്രോളുന്നത് മറ്റു കാര്യങ്ങളല്ലേ, ഇദ്ദേഹം ട്രോള് മേടിക്കുന്നതൊക്കെ വേറെ വിഷയം. അത് ഞാനുമായിട്ട് യാതൊരു വിഷയമില്ല. കാരണം ഇയാൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇയാളിപ്പോൾ തിരിച്ച് കിട്ടുന്നത് അത് ഇയാൾക്ക് കിട്ടേണ്ടതാണ്, കിട്ടണം, ഇയാൾ മേടിച്ചോണം. പക്ഷേ ഇയാൾ കൊണ്ടുവന്ന കൺസെപ്റ്റ് കിഡിലമാണ്. ആ ഒരു കൺസെപ്റ്റ് കേരളം മൊത്തം എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിന് സന്തോഷമാവും. ഞാൻ പറഞ്ഞ ഹൈ ക്ലാസ്സിനോ ലോ ക്ലാസ്സിനോ ഇതുകൊണ്ട് പ്രയോജനമില്ല. അവർ രണ്ടുപേരും ഈ വീഡിയോ കാണണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഹൈ ക്ലാസ്സിന് ഇതൊന്നും വിഷയമല്ല, ബാധിക്കുന്ന കാര്യമില്ല. ലോ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ ഫുഡും എല്ലാ കറികളും എല്ലാം വേണം, അവർക്ക് വില കുറച്ച് കിട്ടണം. ഇവർക്ക് രണ്ടുപേർക്ക് ഇതുകൊണ്ട് ഗുണമില്ല. പക്ഷേ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്താൽ ഉള്ള കാരണം. ഞാൻ മൃണാളിനെ സപ്പോർട്ട് ചെയ്തതല്ല, പക്ഷേ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി.